ഹലോ ഗായ്സ്, ഇത് ഞാനിന്ന് കാച്ചിൽ പറിക്കാൻ വന്നേക്കും കേട്ടോ. ഇവിടെ ഞാൻ പണ്ടൊരു കാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പണ്ട് ഇവിടെ നട്ടൊരു കാച്ചിലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ കഴിഞ്ഞ വർഷം. അതിങ്ങനെ പറിക്കാറായിട്ട് നിൽക്കുക. ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നടുക. അതിനി അങ്ങനെ തന്നെ ഉണ്ടായി വന്നോളൂ. കട്ട് ചെയ്യട്ടെ. ഇത്രയും ഭാഗം ഇങ്ങനെ ഇത്രയും ഭാഗം നീക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുണ്ടോ, പെർപ്പിൾ കാച്ചിലാണ്. നല്ല ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ള കാച്ചിലാണ്. ഞാനിത് നടട്ടെ കേട്ടോ. കാരണം അത് തന്നെ ഉണ്ടായിക്കോളും. ഇപ്പം ഇനി അടുത്ത വർഷം വരുമ്പോൾ കാച്ചിൽ പൊഴിഞ്ഞിട്ടില്ല. ഇതിന് കട്ട് ചെയ്യണം. കഴിയല്ലേ ദേ ഇതിനായിട്ട് ഞാനൊരു ഉള്ളിച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. 3-4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരടി വെളുത്തുള്ളി, പിന്നെ കാന്താരിമുളക് എടുക്കണം, കുറച്ച് ഉപ്പിടണം. ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ അടിച്ചപ്പം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ രുചികരമായ ഉള്ളിച്ചമ്മന്തി റെഡി. അപ്പം ഇന്ന് വൈകിട്ട് ചായയുടെ കൂടെ കാച്ചിൽ പുഴുങ്ങിയതും ചമ്മന്തിയും പിന്നെ ഒരു ചക്കപ്പുഴുക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചേച്ചി മോളൊക്കെ വന്നിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് ചോരക്കാലത്ത് അതിന് പറയുന്നത് രുചിയിൽ ചെത്തുമ്പോൾ നല്ല കളറായിട്ട് ചുവപ്പ് പോലത്തെ ഒരു കളർ പോലെ വരും. കുഴി കഴിയുമ്പോൾ ഈ കളർ വേണ്ടത് ഒരു ബ്ലഡ് പോലെ ഒഴുകി പോയി. അത് കഴുകിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരുകളാണല്ലോ. ചോരക്കാച്ചിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് കേട്ടായിരുന്നു ചോരക്കാച്ചിൽ. ചോരക്കാച്ചിന്റെ കാര്യം എന്നാ പറഞ്ഞത്? ചോരക്കാച്ചില് കർമ്മമാരൊക്കെ പറയണം. പിന്നെ അതിന് വിഷാംശം ശരീരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിച്ചു കളയാനുള്ള സ്റ്റീറോയിഡാന്നാ പറയണ. ശരി, വയലറ്റിന്റെ കളറുകൾ ഓരോ കളറുകൾക്ക് അതിൻ്റെതായ ഗുണമുണ്ടല്ലോ.